പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ട് കാലമായി CPM-നെതിരായിട്ടുള്ള സമരമുഖങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നവർ, അല്ലെങ്കിൽ CPM-നെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ നിർഭയമായി അചഞ്ചലമായി വിട്ടുവീഴ്ചയില്ലാതെ നിലനിൽക്കുന്നവർ, പ്രധാനമായും CPM-ൽ നിന്ന് പുറത്തു വന്നവരോ അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടവരോ ആണ് എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം. അതിലൊരാളാണ് ഞാനെങ്കിലും ഞാൻ എന്നെ അതിനകത്ത് നിന്ന് മാറ്റി നിർത്തുകയാണ്. മാറ്റി നിർത്തിക്കൊണ്ട് പരിശോധിച്ചാൽ CPM-ൽ നിന്ന് പ്രത്യശാസ്ത്രപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പുറത്തേക്ക് വന്ന് ഒരു വിധത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വഴിപ്പെടാതെ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചും CPM-നെതിരായിട്ടുള്ള പോർമുഖങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അവരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. അവരൊക്കെ ഒരുപാട് വ്യക്തിഗത ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ, രോഗാവസ്ഥ ഇതൊക്കെ തന്നെ മറികടന്നുകൊണ്ട് അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് CPM-ൻ്റെ ജീർണതയ്ക്കെതിരെയും അതിൻ്റെ പ്രത്യശാസ്ത്ര വ്യതിയാനത്തിനെതിരെയും അതിൻ്റെ ജനവിരുദ്ധതയ്ക്കെതിരെയും ഒക്കെ പോരാടി നിൽക്കുന്നവരാണ് അവർ. അത് ഒരുപാട് ആളുകളുണ്ടെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ അതിൽ 3-4 പേരുടെ പേര് എടുത്ത് എനിക്ക് പറയാതെ വയ്യ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ പേര് ശ്രീമാൻ KC ഉമേഷ് ബാബു എന്നാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ്, കവിയാണ്. പതിറ്റാണ്ട് കാലം CPM-ൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അവസാനം MN വിജയൻ മാഷൊക്കെ ഉയർത്തിയ ഒരു പോർമുഖമുണ്ടല്ലോ, ആ പോർമുഖത്ത് MN വിജയൻ മാഷിനൊക്കെ തന്നെ വലിയ തോതിലുള്ള പിന്തുണ നൽകിക്കൊണ്ട് ആ പാർട്ടിയിൽ നിന്ന് എനിക്ക് 2000-ൻ്റെ മധ്യത്തിലോ മറ്റാണെന്ന് തോന്നുന്നു പുറത്തു വന്ന ഒരു ബുദ്ധിജീവിയും എഴുത്തുകാരനും സാഹിത്യകാരനുമാണ് ശ്രീമാൻ KC ഉമേഷ് ബാബു. KC ഉമേഷ് ബാബു കഴിഞ്ഞ എനിക്ക് 1.5 പതിറ്റാണ്ട് കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞതുപോലെ നിർഭയമായിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം എന്ന് പറയുന്നത് അതിന് സമാനതകളില്ല എന്ന് നിരന്തരം പറഞ്ഞിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. സമാനതകളില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോലെ അത്യഭൂതപൂർവമാണ് ഉമേഷ് ബാബു നടത്തുന്ന ആ സമരത്തിൻ്റെ അതിൻ്റെ പ്രത്യാഘാതം. എവിടെയെങ്കിലും പോയി നിന്ന് നേരിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് സമരം ചെയ്യലല്ല ഉമേഷ് ബാബു ചെയ്തു. CPM-ൻ്റെ ജീർണത, അതിൻ്റെ പ്രത്യശാസ്ത്രപരമായിട്ടുള്ള വ്യതിയാനം, പിണറായി വിജയൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീർണത, വ്യതിയാനം, അതിനെതിരായിട്ടൊക്കെ ഉമേഷ് ബാബു വാക്കുകളിലൂടെ, ആശയങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾക്ക് സമാനതകളില്ല എന്ന് പലതവണ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ വേറെയും ആളുകളുണ്ട്. 2-3 പതിറ്റാണ്ട് കാലം കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനായി വിരാജിച്ചിരുന്ന ഒരാളാണ് G ശക്തിധരൻ. G ശക്തിധരനും ഇപ്പോൾ നടത്തുന്ന സമരങ്ങൾക്ക് സമാനതകളില്ല. കേരളത്തിൽ ഒരുപക്ഷെ ഇത്രയും ശക്തമായിട്ടുള്ള ഈ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പറഞ്ഞതുപോലെ CPM-ൻ്റെ ജീർണതയ്ക്കെതിരെയും അഴിമതിക്കെതിരെയും അനീതികൾക്കെതിരെയൊക്കെ ഇത്രയും കൂടുതൽ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ശക്തിധരനെ പോലെ വേറൊരു മാധ്യമ പ്രവർത്തനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ മറ്റൊരാളുടെ പേരാണ് എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ശ്രീമൻ KS ഹരിഹരൻ. ഹരിഹരൻ പ്രത്യേകിച്ച് വേറൊരു വരുമാനവും ഇല്ലാതിരുന്ന സമയത്ത് CPM-ആയിട്ടുണ്ടായിട്ടുള്ള പ്രത്യശാസ്ത്ര അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് തൻ്റെ ഏക വരുമാന മാർഗമായിരുന്ന ദേശാഭിമാനിയിലെ മാധ്യമപ്രവർത്തകൻ്റെ ജോലി പോലും രാജിവെച്ച് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയ ആളാണ് KS ഹരിഹരൻ. KS ഹരിഹരൻ ഇന്ന് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹം നടത്തുന്ന പോരാട്ടം, ഇവരെ 3 പേരും നടത്തുന്ന പോരാട്ടത്തെയാണ് ഞാൻ ഏറ്റവും പ്രഥമ പരിഗണന നൽകി ഞാൻ കാണുന്നത്. അതുകൂടാതെ ഉണ്ട് വേറെ ആളുകളുണ്ട്. ഇപ്പം NV ബാലകൃഷ്ണൻ, അദ്ദേഹം നടത്തുന്ന പോരാട്ടം, അദ്ദേഹം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അദ്ദേഹം നടത്തുന്ന പോരാട്ടവും ഈ പറഞ്ഞതുപോലെ സമാനതകളില്ലാത്ത പോരാട്ടമാണ്. ഈ കഴിഞ്ഞ ദിവസം CPM ഒരു കാരണവുമില്ലാതെ ഈ സർക്കാർ ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുകയും വെറുതെ വിടുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആസാദ് നടത്തുന്ന പോരാട്ടവും നമ്മൾ കാണാതിരിക്കരുത്.
പിന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു CPM കാരൻ എന്നുള്ള നിലയിൽ പറയാൻ കഴിയില്ലെങ്കിലും ശ്രീമാൻ ജോസഫ് സി മാത്യു, അദ്ദേഹം ഞാനുമൊക്കെ VS-നോടൊപ്പം ഒരുമിച്ച് അടുത്ത് പ്രവർത്തിച്ചിരുന്നതാണ്. പിന്നീട് അദ്ദേഹം VS-ൻ്റെ IT അഡ്വൈസറായി അദ്ദേഹം മാധ്യമങ്ങളിലൂടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾ നമുക്കത് കാണാതിരിക്കാൻ കഴിയില്ല. അപ്പം അതുപോലെ വിരലിലെണ്ണാവുന്ന ദീർഘകാലം CPM-ൽ പ്രവർത്തിക്കുകയും CPM-ൽ നിന്ന് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പുറത്തു വരികയും ചെയ്ത പല കമ്മ്യൂണിസ്റ്റുകാരും നടത്തിക്കൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത പോരാട്ടമാണ് യഥാർത്ഥത്തിൽ UDF പോലുള്ള മുന്നണികളെക്കാളൊക്കെ കൂടുതൽ ഈ CPM-ൻ്റെ ജീർണതകളും CPM-ൻ്റെ പ്രത്യയശാസ്ത്ര വ്യതിയാനങ്ങളുമൊക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് കൂടുതൽ എത്തിക്കുന്നതെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. അതിനകത്ത് ഞാൻ എന്നെയും കൂടി ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ CPM-നെ ശരിക്കും തുറന്നു കാണിച്ചു, UDF-നേക്കാൾ കൂടുതൽ തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. അവരൊക്കെ അനുഭവിക്കുന്ന ദുരിതം. ഇപ്പോൾ ഉമേഷ് ബാബു എന്ന് പറഞ്ഞാൽ ഉമേഷ് ബാബു കണ്ണൂരാണ് ജീവിക്കുന്നത്. CPM-ൻ്റെ ഏറ്റവും വലിയ കോട്ടയാണ് കണ്ണൂർ. ആ കണ്ണൂർ ജീവിച്ചുകൊണ്ട് CPM-നെതിരെ പിന്നെ ഉമേഷ് ബാബു നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ സത്യം പറഞ്ഞാൽ സമാനതകളില്ലാത്തതാണ്, അത്യഭൂതപൂർവ്വമാണ്. ഇംഗ്ലീഷിൽ അൺപ്രസിഡൻറ്റഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അൺകോംപ്രമൈസിങ്, അൺറിലൻറ്റിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചെറിയ ചെറിയ വാക്കുകളായി പോകും. ഉമേഷ് ബാബു നടത്തുന്ന പോരാട്ടങ്ങൾ നമ്മൾ കണ്ട ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ ഉമേഷ് ബാബുവിനെ പല നിലയിൽ അലട്ടുന്നുണ്ട്. CPM-ൻ്റെ വായിക്കാത്തിരുന്നുകൊണ്ടാണ് CPM-നെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. പുലിയുടെ വായിലിരുന്നുകൊണ്ട് പുലിയെ വിമർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും അതിൽ അത്ഭുതമില്ലെന്ന് എനിക്ക്. അപ്പോൾ ഹരിഹരനൊക്കെ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, ഹരിഹരനെ ഈ പറഞ്ഞതുപോലെ ശാരീരികമായി ആക്രമിക്കുക വരെ ചെയ്തു CPM. അപ്പോൾ ഞാനും ഇതുപോലെ തന്നെ സമരം നടത്തുന്ന ഒരു പൊതുപ്രവർത്തനം. എന്നെ 2017 ഒരു കാരണവുമില്ലാതെ 8 ദിവസം ജയിലിലിട്ടു. അപ്പോൾ ഈ അടുത്ത കാലത്ത് ജാമ്യമില്ലാതെ എനിക്കെതിരെ കേസെടുത്തു. അപ്പോൾ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ദുരിതങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരാളുടെ പ്രസംഗത്തിലെ 4 മിനിറ്റ് എൻ്റെ പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വെറും 4 മിനിറ്റ്. ആ 4 മിനിറ്റ് പ്രസംഗിക്കുന്ന ആളുടെ പേര് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശ്രീമാൻ KC ഉമേഷ് ബാബു എന്നാണ്. KC ഉമേഷ് ബാബുവിനെ കുറിച്ചിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആ KC ഉമേഷ് ബാബു തൻ്റെ വാക്കുകളിലൂടെ, തൻ്റെ ഈ പറഞ്ഞതുപോലെ പ്രസംഗത്തിലൂടെ, സംഭാഷണത്തിലൂടെ അദ്ദേഹം CPM-നെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൻ്റെ അതിൻ്റെ ആഴവും പരപ്പും എത്രയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ നമ്മൾ കേൾക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇപ്പം ചാനലിലൊക്കെ, ഏഷ്യാനെറ്റിലൊക്കെ ഇടയ്ക്ക് വന്ന് അദ്ദേഹം പറയുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോയും ആക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഞാൻ അത്യാവശ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ ഭാര്യ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞു. ആ പോസ്റ്റ് ശ്രീമാൻ KC ഉമേഷ് ബാബു നടത്തുന്ന വെറും 4 മിനിറ്റ് ഒരു പ്രസംഗത്തിൻ്റെ 4 മിനിറ്റ് ഭാഗമാണ്. എവിടെയോ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൻ്റെ 4 മിനിറ്റ് ഭാഗം. ആ 4 മിനിറ്റ് ഭാഗം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സ്തംഭിച്ചിരുന്നു പോയി. ആ 4 മിനിറ്റ് കേട്ടിട്ട്, വെറും 4 മിനിറ്റ്. ആ 4 മിനിറ്റിൽ അദ്ദേഹം നടത്തുന്ന ഒരു ആക്രമണമുണ്ടല്ലോ, ഈ അനീതിക്കെതിരെ, CPM-നെതിരെയും പിണറായി വിജയനെതിരെയും നടത്തുന്ന ഒരു ആക്രമണം, അത് സമാനതകളില്ലാത്തതാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ് പിണറായി വിജയൻ ഇവിടെയുള്ള പ്രത്യേകത, എന്ത് പ്രത്യേകതയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് ഇവിടെ ഉള്ളത് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ, മാപ്ര എന്ന് വിളിക്കുന്ന ഈ മാധ്യമപ്രവർത്തകർക്ക് അവരെ ഉമ്മൻചാണ്ടിയെയും പിണറായി വിജയനെയും സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഉമേഷ് ബാബു തൻ്റെ 4 മിനിറ്റ് പ്രസംഗത്തിലൂടെ അദ്ദേഹം പറയുന്നത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ശരിക്കും നിങ്ങൾ കേൾക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. അതുകൊണ്ട് ഉമേഷ് ബാബു എന്നോ നടത്തിയ ഒരു പ്രസംഗത്തിലെ 4 മിനിറ്റ്, എനിക്കൊന്ന് 4 മിനിറ്റ് 24 സെക്കൻഡുമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ആ 4 മിനിറ്റ് ആ പ്രസംഗത്തിൻ്റെ ഓഡിയോ നിങ്ങളൊന്ന് കേൾക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ ഒരു ഒരാഴം, അതിൻ്റെ ഒരു ശക്തി, അതിൻ്റെ ഒരു രൂക്ഷത, അതൊക്കെ കേൾക്കുമ്പം മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ എന്നുള്ളത് കൊണ്ട് ആ 4 മിനിറ്റ്, ഉമേഷ് ബാബുവിൻ്റെ പ്രസംഗത്തിൻ്റെ 4 മിനിറ്റ് നിങ്ങളൊന്ന് കേൾക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്. ആരാണ് ഈ പിണറായി വിജയൻ? പിണറായി വിജയന് മാത്രം എന്താണ് ഈ ഒരു ഹൈപ്പർ ആയിട്ടുള്ള പദവി സ്ഥാനം? വിജയനോടൊന്നും ചോദിക്കാൻ പാടില്ല. വിജയനോട് ചില ചോദ്യങ്ങൾ മാത്രമേ പറയുള്ളൂ. വിജയൻ എല്ലാരെയും വിരട്ടാനുള്ള അധികാരമുള്ള ഒരാളാണ്.
ഇപ്പോ എന്റെയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പലപ്പോഴും കേൾക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളെ വീട്ടിൽ നിന്ന് പലപ്പോഴും ആളുകൾ പറയുന്ന കാര്യമുണ്ട്, ഈ പത്രക്കാർ ഉമ്മൻചാണ്ടിയെ വളച്ചിട്ട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും ഉമ്മൻചാണ്ടിയോട്. വളരെ സില്ലിയാണെന്ന് തോന്നുന്ന, ഒരു കാരണവശാലും ഉമ്മൻചാണ്ടിയെ പോലെ ആൾ ചോദിക്കേണ്ടതില്ലാത്ത സർവ്വ ചോദ്യങ്ങളും ചോദിക്കും. ഈ ചോദ്യങ്ങൾക്കൊക്കെ ആ മനുഷ്യൻ മറുപടി പറഞ്ഞിട്ട് ഒരു നാട്യവുമില്ലാതെ കടന്നുപോകും. പക്ഷേ പിണറായി വിജയനോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കും എന്ന കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പുലർത്തുന്ന ഒരു സെൽഫ് സെൻസർഷിപ്പ് ഉണ്ട്. എന്തിനാണ് അങ്ങനെ? ആരാണ് ഈ പിണറായി വിജയൻ? പിണറായി വിജയന് മാത്രം എന്താണ് ഈ ഒരു ഹൈപ്പർ ആയിട്ടുള്ള പദവി എന്നുള്ള ചോദ്യമില്ല. പഴയ കാലത്തെ മാധ്യമ പ്രവർത്തകരുണ്ട്. ഇപ്പൊ EMS-നോട് നിങ്ങൾ വിൽക്കുമോ എന്ന് ചോദിച്ചൊരു മാധ്യമ പ്രവർത്തകരുണ്ട്. അതാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ അതാണ് ജനാധിപത്യപരമായ ഊറ്റം എന്നാണ് ഞാൻ അതിനെ കാണുക. അങ്ങനെ ചോദിക്കുക തന്നെ വേണം. പുതുതായിട്ട് പരിചയപ്പെട്ട ഒരു പുതിയ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിൽക്കുവോ അത് ചോദിച്ചപ്പോൾ EMS അദ്ദേഹത്തിന്റെ തർക്കുത്തരം പറഞ്ഞു, സംസാരിക്കുമ്പോ വിൽക്കാറുള്ളൂ. അത് അദ്ദേഹത്തിന്റെ മഹത്വം, അദ്ദേഹത്തിന് അങ്ങനെ പറയാം. പക്ഷെ അദ്ദേഹത്തോട് അങ്ങനെ ചോദിക്കാനുള്ള ആർജവം, പിണറായി വിജയനോടുള്ള എല്ലാ ചോദ്യങ്ങളും സെൻസർ ചെയ്തിട്ട് മാത്രമേ നമ്മുടെ പത്രക്കാർ ചോദിക്കുള്ളൂ. അയാളെ ഇങ്ങനെ ഭയപ്പെടുന്ന ആരാണ്? നമ്മുടെ പത്രക്കാരെ. പഴയ പത്രത്തിലെ കുലപതികളായിട്ടുള്ള തിരുവനന്തപുരത്തുകാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നത് പലപ്പോഴും എനിക്ക് മാത്രമായിരിക്കില്ല, ഈ പറയുന്ന എന്റെയൊക്കെ തലമുറയിലെ പലർക്കും ഓർമ്മ വരും. കാരണം അങ്ങനെ ഒരു റിസർവേഷൻ കാറ്റഗറി ഉണ്ടോ? അങ്ങനെ റിസർവ് ചെയ്തൊരു സ്ഥാനം വിജയനോടൊന്നും ചോദിക്കാൻ പാടില്ല. വിജയനോട് ചില ചോദ്യങ്ങൾ മാത്രമേ പറയുള്ളൂ. വിജയൻ എല്ലാരെയും വിരട്ടാനുള്ള അധികാരമുള്ള ഒരാളാണ്. ഇതിനെയാണ് ഫാസിസം എന്ന് പറയുക. നിങ്ങളെ ഒരു ചമ്മട്ടി കൊണ്ട് നിയന്ത്രിക്കാൻ, കയ്യിലൊരു ചമ്മട്ടി എടുത്തിട്ടല്ല. മുസോളിനിയുടെ കയ്യിൽ ചമ്മട്ടി ഉണ്ടായിരുന്നു എന്ന് മുസോളിനിയുടെ ഏറ്റവും വലിയ ശത്രു പോലും പറഞ്ഞിട്ടില്ല. ഹിറ്റ്ലറുടെ കയ്യിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അയാള് ഈ പറയുന്ന ഒരായുധവും ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് ലോകം രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അവരുടെ കയ്യിൽ അദൃശ്യമായ ചമ്മട്ടികൾ ഉണ്ടായിരുന്നു. അവര് വാസ്തവത്തിൽ ഈ ജനാധിപത്യ വിരുദ്ധമായ ഫാസിസത്തിന്റെ സർക്കസിലെ റിംഗ് മാസ്റ്റർമാരായിരുന്നു. അങ്ങനെ ഫാസിസ്റ്റ് സർക്കസിലെ റിംഗ് മാസ്റ്റർ സ്ഥാനം പിണറായി വിജയന് കൽപ്പിച്ചു കൊടുത്ത ഒരു CPM ഉണ്ടായി വന്നു. അത് വാസ്തവത്തിൽ അതിന്റെ ദീർഘപ്രക്രിയയൊക്കെ ഉണ്ട്. ഇപ്പൊ അടുത്ത ദിവസം എന്റെ ഒരു സുഹൃത്ത് ഏതോ യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ടായിരുന്നു, VS അച്യുതാനന്ദന്റെ കാറിൽ കയറാനുള്ള അനുമതി കിട്ടുന്നതിന് വേണ്ടി വിഷണ്ണനായിട്ട് പുറത്ത് കാത്തു വെക്കുന്ന ഈ പിണറായി വിജയനെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അല്ലാതെ ഈ പിണറായി വിജയനെ എന്താണ് സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള പൊതുപ്രവർത്തനമൊന്നുമില്ല. എപ്പോഴാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് രാഷ്ട്രീയം തുടങ്ങുന്നത് വെച്ചാൽ 1989 ശേഷമാണ്. 1989 മാത്രമാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് 89 ഡിസംബറിലോ എന്നാൽ 90 മാത്രമേ വരുള്ളൂ. ഇത്രയും കൊല്ലം കൊണ്ട്. അതാണ്. നേരെ മറിച്ച് ഈ പറയുന്ന ഈ പത്രക്കാര് തുറന്ന് സംസാരിക്കുന്ന ഈ മനുഷ്യന്മാരെല്ലാം തന്നെ പിണറായി വിജയനേക്കാൾ സീനിയർ ആയിരുന്നു തിരുവനന്തപുരത്തെ ഈ പറയുന്ന പൊതുപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ. പിന്നെ എങ്ങനെ വിജയന് മാത്രം ഈ പ്രത്യേക പദവി അനുവദിച്ചു കൊടുക്കുന്നതിലേക്ക് കേരളത്തിലെ ഈ സർവ്വ സംവിധാനങ്ങളും, കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക ലോകം, കേരളത്തിലെ എവിടെയൊക്കെ എന്തെല്ലാം ഉണ്ടോ എല്ലാം തന്നെ ഒരു മനുഷ്യനെ വിപ്പനുസരിച്ച് അങ്ങനെയാണല്ലോ പഴയ ഭാഷയിൽ പറയാം, ഒരു മനുഷ്യന്റെ വിപ്പിന് വഴങ്ങുന്ന തരത്തിൽ എങ്ങനെ മാറിത്തീർന്നു എന്നതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിന്റെ പുറത്ത് സംഭവിച്ചതാണ് TP ചന്ദ്രശേഖരന്റെ കൊലപാതകം. പിണറായി വിജയന്റെ വിപ്പിന് കേരളം വഴങ്ങുന്നുണ്ടായിരുന്നില്ലെങ്കിൽ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടില്ല. പിണറായി വിജയന്റെ വിപ്പിന് കേരളം വഴങ്ങുന്നുണ്ടായിരുന്നില്ലെങ്കിൽ ഈ കല്യോട്ടെ ഈ പറയുന്ന ചെണ്ട കൊട്ടി നടന്നിരുന്ന 2 ചെറുപ്പക്കാർ കൊല്ലപ്പെടില്ല. പിണറായി വിജയന്റെ വിപ്പിന് കേരളം വഴങ്ങിയിരുന്നില്ലെങ്കിൽ ഈ പറയുന്ന വട്ടിയൂർക്കാവിലെ കുപ്രസിദ്ധമായ കൊലപാതകം നടക്കുമായിരുന്നില്ല. ഈ പറയുന്ന ഇപ്പോഴെല്ലാവരും വളരെ ഖേദത്തോടെ പറയുന്ന സിദ്ധാർത്ഥന്റെ കൊലപാതകം നടക്കുകയില്ല. കേരള യൂണിവേഴ്സിറ്റിയിലെ കലോത്സവം ഇങ്ങനെ നടക്കുമായിരുന്നില്ല. കേരളത്തിലെ ക്യാമ്പസുകളിൽ മുഴുവൻ ഇടിമുറികൾ ഉണ്ടാകുമായിരുന്നില്ല. ഇത് മുഴുവൻ ഉണ്ടായത് ആളുകളെല്ലാം പറയുന്നുണ്ട്. അത് എനിക്ക് തീർച്ചയായിട്ടും യോജിക്കാനാവാത്ത കാര്യമാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്ന എല്ലാ കാലത്തും ഇങ്ങനെയാണ് എന്ന ആളുകൾ പറയാൻ ഇപ്പോഴീ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ അല്ലാത്തൊരു കമ്മ്യൂണിസത്തെ എനിക്ക് പരിചയമുണ്ട്.